സംസ്ഥാനത്തിന്റെ പുതിയ DGP-ആയി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. ADGP വെങ്കടേഷ് പുതിയ DGP-ക്ക് ബാറ്റൺ കൈമാറി. DGP-യുടെ ആദ്യ പരിപാടി മുഖ്യമന്ത്രിയോടൊപ്പം കണ്ണൂരിൽ. രാജ്യത്ത് റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർധന ഇന്നു മുതൽ പ്രാബല്യത്തിൽ. AC കോച്ചുകളിൽ കിലോമീറ്ററിന് 2 പൈസ കൂടും. എക്സ്പ്രസ് മെയിൽ ട്രെയിനുകളിൽ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകൾക്ക് 1 പൈസ വീതവും വർധന. വന്ദേ ഭാരത് ഉൾപ്പെടെ എല്ലാ ട്രെയിനുകൾക്കും നിരക്ക് വർധന ബാധകം. VS അച്യുതാനന്ദന്റെ നില അതീവ ഗുരുതരം. വൃക്കകളുടെ പ്രവർത്തനവും രക്തസമ്മർദ്ദവും സാധാരണ നിലയിലായില്ല. രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേരും. സിറിയക്കെതിരായ ഉപരോധങ്ങൾ അവസാനിപ്പിച്ച് അമേരിക്ക. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിൽ ഒപ്പുവെച്ചു. സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങൾ അവസാനിപ്പിച്ചു. മുൻ പ്രസിഡന്റ് അൽ അസദിനെതിരായ ഉപരോധം തുടരും. ഡോക്ടേഴ്സ് ദിനമായ ഇന്ന് പ്രതിഷേധവുമായി ഡോക്ടർമാർ. സർക്കാർ സംവിധാനത്തിന്റെ പരാജയത്തെ ഡോക്ടർമാരുടെ പിഴവായി ചിത്രീകരിക്കാൻ ശ്രമമെന്ന ആരോപണം. മെഡിക്കൽ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നാരോപിച്ച് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇന്ന്. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് നാളെ ബർമിംഗ്ഹാമിൽ. ആദ്യ ടെസ്റ്റിൽ തോറ്റ ഇന്ത്യൻ ടീമിൽ അഴിച്ചുപണിക്ക് സാധ്യത. ഓൾറൗണ്ടർ ഷാർദുൽ ഠാക്കൂറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡിയെ ഉൾപ്പെടുത്തിയേക്കും. ബുംറ പിന്മാറിയാൽ പേസർ അർഷ്ദീപ് സിംഗിനോ ആകാശ് ദീപിനോ പരിഗണന. സംസ്ഥാനത്തിന്റെ പുതിയ DGP-ആയി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ധീരസ്മൃതി ഭൂമിയിൽ പുഷ്പചക്രം സമർപ്പിച്ചു അദ്ദേഹം. പിന്നാലെ DGP-യുടെ താൽക്കാലിക ചുമതലയുള്ള ADGP വെങ്കടേഷ് പുതിയ DGP-ക്ക് ബാറ്റൺ കൈമാറി. DGP-യുടെ ആദ്യ പരിപാടി മുഖ്യമന്ത്രിയോടൊപ്പം കണ്ണൂരിലാണ്. കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മേഖലാ അവലോകന യോഗം ചേരും. അതിലാണ് DGP ആദ്യത്തെ പരിപാടിയായി പങ്കെടുക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്നും രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത് കുമാർ, പുതിയ DGP-ആയി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. പുതിയ DGP-യുടെ ആദ്യ പരിപാടി കണ്ണൂരിലാണ്, അതും മുഖ്യമന്ത്രിയോടൊപ്പം. അവിടുത്തെ ആഘോഷം എത്രത്തോളമായി, എന്തൊക്കെയാണ് വിവരങ്ങൾ? സംസ്ഥാനത്തെ പോലീസ് മേധാവി 41ാമത് പോലീസ് മേധാവിയെയാണ് റവാഡ ചന്ദ്രശേഖരൻ ചുമതലയേൽക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ റവാഡയെ DGP MR അജിത് കുമാർ, ഒപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസഫ്, AIG ജി പൂങ്കുഴലി തുടങ്ങിയവർ ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. രാവിലെ 7 മണിയോടുകൂടി തന്നെ ഇവിടെ സ്ഥാനത്തേക്ക് എത്തിയ അദ്ദേഹം താൽക്കാലിക ചുമതല DGP-യുടെ താൽക്കാലിക ചുമതല നിർവഹിക്കുന്ന ADGP വെങ്കടേഷിൽ നിന്നാണ് അദ്ദേഹം മാറ്റം. അതിൻ്റെ ഒരു പ്രധാന ചടങ്ങാണ്. സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേൽക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് ബാറ്റൺ കൈമാറുക എന്നുള്ളത്. അദ്ദേഹം ബാറ്റൺ കൈമാറുകയും തുടർന്ന് അദ്ദേഹം DGP-ആയി സ്ഥാനം ഏറ്റെടുക്കുകയുമായിരുന്നു. നമുക്ക് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ IB അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ DGP-ആയി ചുമതലയേറ്റ് അല്ലെങ്കിൽ DGP-ആയി ഇന്നലെ നടന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതിന് ശേഷം ഉത്തരവിറങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് അടുത്ത ദിവസം ബുധനാഴ്ച അദ്ദേഹം സ്ഥാനം വഹിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹം ഇന്ന് പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് അദ്ദേഹവും കുടുംബവും തിരുവനന്തപുരത്ത് എത്തിയത്. അതിനുശേഷം അദ്ദേഹം ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെ ഇവിടേക്ക് പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുകയും ചുമതല ഏറ്റെടുക്കുകയുമായിരുന്നു. ഇന്ന് ആദ്യം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയോടൊപ്പമുള്ള മേഖലാ അവലോകന യോഗമാണ് പ്രധാനമായുള്ളത്. അത് കണ്ണൂരിലാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവാഡ ചന്ദ്രശേഖരനെ നേരത്തെ നിൽക്കുന്ന വ്യക്തമാണ്. റവാഡ ചന്ദ്രശേഖരനുടെ ASP ആയിരുന്ന സമയത്താണ് കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടാവുകയും 5 പേർക്ക് മരണം ഉണ്ടാവുകയും ചെയ്തത്. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ റവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതല നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടന്നിരുന്നു. എന്ത് തന്നെ ആയാലും അദ്ദേഹത്തിന് തന്നെ UPSC നൽകിയ 3 പേരുടെ ലിസ്റ്റിൽ നിന്നാണ് അദ്ദേഹത്തെ ഈ ചുമതലയിലേക്ക് സർക്കാർ മന്ത്രിസഭാ യോഗം തെരഞ്ഞെടുക്കുന്നത്. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടാവുകയും ചെയ്തത്. തുടർന്ന് അദ്ദേഹത്തെ സംസ്ഥാനത്തെ DGP-ആയി അദ്ദേഹത്തെ മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയും ഉത്തരവിറങ്ങുകയുമായിരുന്നു. അതേ തുടർന്നാണ്
മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുകയും കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് അദ്ദേഹത്തിന് വിടുതൽ നൽകുകയും ചെയ്തത്. തുടർന്ന് അദ്ദേഹം പുലർച്ചെയോടെ തന്നെയിലേക്ക് എത്തുകയായിരുന്നു. ഇന്ന് കണ്ണൂരിൽ മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കും. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ സംസ്ഥാനത്തിന്റെ പുതിയ DGP ആയി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ധീരസ്മൃതി ഭൂമിയിൽ പുഷ്പചക്രം സമർപ്പിച്ച ശേഷമാണ് അദ്ദേഹം ചുമതലയേറ്റത്. പിന്നാലെ DGPയുടെ താൽക്കാലിക ചുമതലയുള്ള ADGP വെങ്കടേഷ് പുതിയ DGPക്ക് ബാറ്റൺ കൈമാറി. DGPയുടെ ആദ്യ പരിപാടി മുഖ്യമന്ത്രിയോടൊപ്പം കണ്ണൂരിലാണ്. കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മേഖലാ അവലോകന യോഗം ചേരുന്നുണ്ട്. അതിലാണ് DGP പങ്കെടുക്കുന്നത്. സംസ്ഥാനത്തിന്റെ 41ാമത്തെ DGP ആണ് റവാഡ ചന്ദ്രശേഖർ. ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി രജിത്തുണ്ട്. രജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? രജിത്ത്, സംസ്ഥാനത്തിന്റെ പുതിയ DGP ആയി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. രജിത്ത്, തുടരാം. സംസ്ഥാനത്ത് 41ാമത് പോലീസ് മേധാവിയായാണ് റവാഡ ചന്ദ്രശേഖർ ഇന്ന് ചുമതലയേറ്റിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അദ്ദേഹം എത്തുന്നത്. കാരണം IB സെൻട്രൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു. IB ഡയറക്ടറായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ഇന്ന് പുലർച്ചയോടുകൂടി എത്തുകയായിരുന്നു. അദ്ദേഹത്തെ ADGP MR അജിത് കുമാർ, അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള തോംസൺ ജോസ്, AIG G പൂങ്കുഴലി തുടങ്ങിയവർ ചേർന്നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. രാവിലെ 7 മണിക്ക് തന്നെ അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെത്തി ചുമതലയിൽ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. ധീരസ്മൃതി ഭൂമിയിൽ പുഷ്പചക്രം അർപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൽ നിന്നും താൽക്കാലിക ചുമതല DGPയുടെ താൽക്കാലിക ചുമതലയുള്ള S വെങ്കടേഷിൽ നിന്നും ബാറ്റൺ സ്വീകരിക്കുന്നത്. ആ ബാറ്റൺ സ്വീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം പുതിയ പോലീസ് മേധാവിയായി ചുമതലയേൽക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തിനായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നമുക്കറിയാം സംസ്ഥാനത്തിന്റെ 41ാമത് DGP ആയാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ റവാഡ ചന്ദ്രശേഖറിനെ UPSC നൽകിയ 3 പേരുടെ ലിസ്റ്റിൽ നിന്നാണ് റവാഡ ചന്ദ്രശേഖറിനെ പ്രത്യേകം മന്ത്രിസഭാ യോഗം DGP ആയി തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ കണ്ണൂരിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടി എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇന്ന് മുഖ്യമന്ത്രിക്കൊപ്പം കണ്ണൂരിൽ നടക്കുന്ന മേഖലാ അവലോകന യോഗത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അതിനായി അദ്ദേഹം പോവുകയും ചെയ്യും. അല്പസമയത്തിനകം തന്നെ ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് അവിടുത്തെ ASP ആയിരുന്നു റവാഡ ചന്ദ്രശേഖരൻ. അന്ന് വെടിവെപ്പ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചുമതലയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ സമയത്ത് അത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ DGP അദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്ന സമയത്ത് തന്നെ ഇടതുപക്ഷത്തിനിടയിൽ ഇതേറെ ചർച്ചാ വിഷയമാവുകയും ചെയ്തതാണ് അദ്ദേഹത്തിന് DGP ചുമതല നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്ത് തന്നെയായാലും UPSC നൽകിയ 3 പേരുടെ ലിസ്റ്റിൽ നിന്ന് റവാഡ ചന്ദ്രശേഖരനെ ഈ ചുമതലയിലേക്ക് മന്ത്രിസഭാ യോഗം തെരഞ്ഞെടുക്കുകയായിരുന്നു. അതിൽ തുടർന്നാണ് അദ്ദേഹം ഇപ്പോൾ രാവിലെ തന്നെ സംസ്ഥാനത്തേക്ക് എത്തുകയും ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ബുധനാഴ്ചയോടുകൂടി അദ്ദേഹം ചുമതല ഏറ്റെടുക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാവിലെ കണ്ണൂരിൽ മുഖ്യമന്ത്രിക്കൊപ്പമാണ് അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടി. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്തിന്റെ പുതിയ DGP ആയി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. ഇപ്പോൾ അദ്ദേഹം ധീരസ്മൃതി ഭൂമിയിൽ പുഷ്പചക്രം സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. 1991 കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. തലശ്ശേരി ASP ആയിട്ടാണ് റവാഡയുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ചുമതലയേറ്റ് 48 മണിക്കൂറിലാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകുന്നതും. ഈ കേസുമായി ബന്ധപ്പെട്ട് റവാഡ ചന്ദ്രശേഖർ ആരോപണ വിധേയനായിരുന്നു. സംസ്ഥാനത്തെ 41ാമത്തെ DGP ആണിപ്പോൾ റവാഡ ചന്ദ്രശേഖർ. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നാണ് റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്.
സംസ്ഥാനത്തിന്റെ പുതിയ DGP ഇപ്പോൾ ധീരസ്മൃതി ഭൂമിയിൽ പുഷ്പചക്രം സമർപ്പിക്കുകയാണ്. രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, സംസ്ഥാനത്തിന്റെ പുതിയ DGP ആയി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. ഇപ്പോൾ അദ്ദേഹം ധീരസ്മൃതി ഭൂമിയിൽ പുഷ്പചക്രം സമർപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും സംസ്ഥാനത്തിന്റെ 41ാമത് DGP ആയാണ് അദ്ദേഹം ചുമതലയേറ്റിരിക്കുന്നത്. അതേ തുടർന്നാണ് അദ്ദേഹം നമുക്കറിയാം താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന DGP H. വെങ്കടേഷിൽ നിന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുകയും ബാറ്റൺ കൈമാറുകയും അതിനുശേഷം അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിനു ശേഷം സ്മൃതി ഭൂമിയിലേക്ക് എത്തുകയുമാണ്. ഇവിടെ സ്മൃതി ഭൂമിയിൽ പുഷ്പചക്രം അർപ്പിച്ചതിനു ശേഷം അദ്ദേഹം ചുമതല മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും നമുക്കറിയാവുന്ന പോലെ തന്നെ സംസ്ഥാനത്തിന്റെ 41ാമത് DGP ആയി റവാഡ ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. UPSC നൽകിയിട്ടുള്ള 3 പേരുടെ ലിസ്റ്റിൽ നിന്നും പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് അദ്ദേഹത്തെ ഈ ചുമതലയിലേക്ക് തെരഞ്ഞെടുക്കുകയുമായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിക്കൊപ്പം കണ്ണൂരിൽ നടക്കുന്ന പരിപാടിയിലാണ് അദ്ദേഹം ആദ്യമായി DGP ആയി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി പങ്കെടുക്കുന്നതും. നിലവിൽ രാവിലെ മുതൽ തന്നെ ഇവിടെ പോലീസ് ആസ്ഥാനത്ത് പുതിയ DGP ചുമതലയേൽക്കുന്നതിന്റെ മുന്നോടിയായുള്ള ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. അത് പുരോഗമിക്കുകയും ചെയ്യുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ അദ്ദേഹം ധീരസ്മൃതി ഭൂമിയിൽ നിന്നും ഉദ്യോഗസ്ഥർക്കൊപ്പം പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സംസ്ഥാനത്തിന്റെ പുതിയ DGP ആയി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. ധീരസ്മൃതി ഭൂമിയിൽ പുഷ്പചക്രം സമർപ്പിച്ചു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകൾ നോക്കാം. മെഡിക്കൽ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ സംസ്ഥാനതല പ്രതിഷേധം ഇന്ന്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തും. പ്രതിഷേധ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കണ്ണൂരിൽ നിർവഹിക്കും. കൊച്ചിയിൽ നടക്കുന്ന മാർച്ചിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുക്കും. ഇന്ന് നാഷണൽ ഡോക്ടേഴ്സ് ഡേ. സേവനത്തിലും സമർപ്പണത്തിലും ജീവിതം ഒഴുങ്ങിവെച്ച ഡോക്ടേഴ്സ് ദമ്പതികളെ പരിചയപ്പെടാം വയനാട്ടിൽ നിന്നും. ആദിവാസി വിഭാഗത്തിന്റെ ജീവൻ രക്ഷ ഉറപ്പാക്കാൻ കൽപ്പറ്റ അമൃത കൃപ ചാരിറ്റബിൾ ആശുപത്രിയിലെ ഡോക്ടർമാരായ ഡോക്ടർ സജീവും ഡോക്ടർ അജിത കുമാരിയും ഒഴുങ്ങിവെച്ചത് സ്വജീവിതം തന്നെയാണ്. അമൃതകൃപ ആശുപത്രിയുടെ ജീവനാഡിയായി കഴിഞ്ഞ 20 വർഷമായി ആതുരസേവന രംഗത്ത് ഈ ദമ്പതികളുണ്ട്. 1985 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പഠനകാലത്ത് ഡോക്ടർ സഞ്ജീവന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി നൽകിയൊരു ഉപദേശമാണ് ആതുര സേവന രംഗത്ത് കർമ്മനിഷ്ഠയോടെ തുടരാൻ സഞ്ജീവനെ പ്രേരിപ്പിച്ചത്. MBBS പഠനത്തിനു ശേഷം കോഴിക്കോട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ സേവനം ചെയ്തു തുടങ്ങിയ ഡോക്ടർ സഞ്ജീവനൊപ്പം ഇതേ താല്പര്യവുമായി എത്തിയ ഡോക്ടർ അജിതകുമാരിയും കൂടിച്ചേർന്നു. ഒരേ കാഴ്ചപ്പാടുമായി ഒത്തുകൂടിയവർ പിന്നെ ജീവിത വഴിയിലും ഒന്നിച്ചു. അർഹമായ ശമ്പളം പോലും വേണ്ടെന്ന് വെച്ചാണ് ഇരുവരും അമ്മയേൽപ്പിച്ച ഉത്തരവാദിത്വം ഏറെ സമർപ്പണത്തോടെ കഴിഞ്ഞ 20 വർഷമായി ചെയ്തു പോരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആദിവാസി മേഖലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഡോക്ടർമാർ വന്ന് ഇവിടെ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അന്നാണ് ഇവിടുത്തെ സ്വാമിമാരും മറ്റുള്ളവരും ഞങ്ങളോട് ചോദിച്ചത് ഇവിടെ വന്ന് കൽപ്പറ്റയിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ സമ്മതിച്ചു. പിന്നെ അമ്മയുടെ അടുത്ത് പോയി അമ്മയുടെ സമ്മതത്തോടു കൂടിയാണ് അന്നിവിടെ വന്നതും പ്രവർത്തിക്കാൻ തുടങ്ങിയതും. കഴിഞ്ഞ് ഇപ്പോൾ 20 വർഷം കഴിഞ്ഞു. അമ്മയുടെ സഹായത്തോടു കൂടി പല ഇതും ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ആസ്പത്രി പ്രവർത്തനം മാത്രമല്ല പുറമേ പോയി അവിടെ ഊരുകളിൽ പോയിട്ടുള്ള ചികിത്സ ക്യാമ്പുകൾ നടത്തിയിട്ടും ഔട്ട്റീച്ച് പ്രോഗ്രാംസ് എന്നാണ് ഞങ്ങൾ പറയുക. അത് നടത്തിയിട്ടും അവിടെ ചെന്ന് പ്രവർത്തിക്കാറുണ്ട്. ആശുപത്രിയിലെ സേവനം കൂടാതെ ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നതികളിൽ നേരിട്ടെത്തിയും ഈ ഡോക്ടർ ദമ്പതികൾ ചികിത്സ ഉറപ്പാക്കുന്നുണ്ട്. ആദിവാസി സമൂഹവുമായി അത്ര കണ്ട് ഇഴുകിച്ചേർന്നാണ് ഇരുവരുടെയും ജീവിതം. മെഡിക്കൽ ബിരുദം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന പുതിയ സമൂഹത്തിനു മുന്നിൽ വേറിട്ടൊരു മാതൃക തീർത്ത് മാനവസേവ തന്നെയാണ് മാധവസേവ എന്ന വിശ്വാസത്തിൽ ജീവിതം തുടരുകയാണ് ഇരുവരും. രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു.
വൃക്കകളുടെ പ്രവർത്തനവും രക്തസമ്മർദ്ദവും സാധാരണ നിലയിലായിട്ടില്ല. ആരോഗ്യനില സംബന്ധിച്ച് രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേരും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. സിറിയക്കെതിരായ ഉപരോധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങൾ പിൻവലിച്ചതായി വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ സിറിയൻ മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനും കുടുംബത്തിനും നേരെയുള്ള ഉപരോധം തുടരും. ഈ നീക്കം സിറിയയെ സമാധാന പാതയിലേക്ക് നയിക്കുമെന്ന് US പ്രസ് സെക്രട്ടറി അറിയിച്ചു. സിറിയക്കെതിരായ ഉപരോധം അവസാനിപ്പിച്ച് രാജ്യത്തെ പുനർനിർമ്മിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഏറെക്കാലമായി കാത്തിരുന്ന സിറിയയുടെ പുനർനിർമ്മാണത്തിലേക്കും വികസനത്തിലേക്കുമുള്ള വാതിൽ ട്രംപിന്റെ തീരുമാനത്തിലൂടെ തുറക്കുമെന്ന് കരുതുന്നതായി സിറിയൻ വിദേശകാര്യമന്ത്രി അസദ് അൽ ഷിബാനി എക്സിൽ കുറിച്ചു. MC റോഡിൽ കോട്ടയം കോടിമതയിൽ ബൊലേറോ ജീപ്പും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. കോട്ടയം കൊല്ലാട് സ്വദേശികളായ ജെയ്മോൻ ജെയിംസ്, അർജുൻ എന്നിവരാണ് മരിച്ചത്. ബൊലേറോ വാഹനത്തിലുണ്ടായിരുന്ന ഒരാളെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. മണിപ്പുഴ ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജീപ്പ് എതിർദിശയിൽ നിന്നും എത്തിയ പിക്കപ്പ് വാനുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം സംഭവിച്ചത്. ബൊലേറോ ജീപ്പിനുള്ളിൽ കുടുങ്ങിയ ജെയ്മോനെ ജീപ്പ് വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ജെയ്മോനും അർജുനും ഉൾപ്പെടെ 5 പേരാണ് ബൊലേറോ ജീപ്പിനുള്ളിൽ ഉണ്ടായിരുന്നത്. മറ്റു 3 പേർക്ക് പരിക്കുണ്ട്. പിക്കപ്പ് വാനിലുണ്ടായിരുന്ന 2 പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ചിങ്ങവനം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇത്തവണ കാലവർഷാരംഭത്തിലുണ്ടായ കനത്ത മഴയും കാറ്റും കാന്തല്ലൂരിലെ പ്ലം കർഷകർക്ക് തിരിച്ചടിയായി. കാറ്റിലും മഴയിലും പഴങ്ങൾ വ്യാപകമായി കൊഴിഞ്ഞതാണ് കർഷകർക്ക് വിനയായത്. മെച്ചപ്പെട്ട വില ഉണ്ടായിരുന്നിട്ടും ഇതിന്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കാതെ പോയി. ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷവും ശക്തമായ കാറ്റും ഇടുക്കിയിലെ കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് കാന്തല്ലൂരിലെ പഴം പച്ചക്കറി കർഷകരാണ്. പ്ലം പഴങ്ങളുടെ വിളവെടുപ്പ് പൂർത്തിയാകുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ്. എന്നാൽ മഴയും കാറ്റും നേരത്തെ എത്തിയതോടെ പാകമായി നിന്നിരുന്ന പ്ലം പഴങ്ങൾ വലിയ തോതിൽ നിലം പതിച്ചു. ഇതോടെ പഴങ്ങൾ വിളവെടുത്ത് വിപണിയിലെത്തിക്കാൻ കർഷകർക്ക് കഴിയാതെയായി. വലിയ നഷ്ടമാണ് ഇതിലൂടെ ഉണ്ടായത്. മെച്ചപ്പെട്ട വിലയുണ്ടായിട്ടും ഇതിന്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കാതെ പോയി. സാധാരണ നമുക്ക് കാറ്റ് വരുന്നത് ആടിമാസം എന്ന് പറഞ്ഞാൽ, തമിഴിൽ ആടിമാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കർക്കിടക മാസത്തിലാണ് സാധാരണ കാറ്റ് വരുന്നത്. ഇപ്രാവശ്യം നേരത്തെ കാറ്റ് വന്നു ഉള്ള പ്ലം മൊത്തം പൊഴിഞ്ഞു. പ്ലം മാത്രമല്ല, പ്ലമ്മിൻ്റെ കൂടെയുള്ള ആപ്പിളും ചെറിയ ആപ്പിളും എല്ലാം പൊഴിഞ്ഞുപോയി. പൊഴിഞ്ഞപ്പോൾ കർഷകർക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇപ്രാവശ്യം 200 രൂപയ്ക്ക് മേലിൽ വില വന്നതാണ്. ഇതിൻ്റെ അകത്ത് അത് ഉപയോഗിക്കാൻ കിട്ടിയില്ല. പ്ലം കർഷകരെ മാത്രമല്ല, പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന കാന്തല്ലൂരിലെ മറ്റു കർഷകരെയും ഇത്തവണത്തെ കാറ്റും മഴയും പ്രതികൂലമായി ബാധിച്ചു. മെച്ചപ്പെട്ട വിലയുണ്ടായിട്ടും കാലാവസ്ഥ ചതിച്ചതിന്റെ നിരാശയിലാണ് കർഷകർ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കടലെടുത്ത ശംഖുമുഖം ബീച്ചിന്റെ പുനർനിർമ്മാണത്തിന് കളമൊരുങ്ങുന്നു. ആറാട്ട് മണ്ഡപം തകരാതിരിക്കാൻ ജിയോ ട്യൂബ് സ്ഥാപിക്കുന്നതുൾപ്പെടെ പരിഗണനയിൽ. ശക്തമായ കടൽക്ഷോഭമാണ് വർഷങ്ങളായി ശംഖുമുഖം തീരത്ത് അനുഭവപ്പെടുന്നത്. ശംഖുമുഖം കടൽത്തീരം വീണ്ടെടുക്കുന്നതിനായി തീരദേശ വികസന കോർപ്പറേഷൻ നിർദ്ദേശിച്ച പദ്ധതി സർക്കാരിന്റെ അംഗീകാരത്തിന് സമർപ്പിക്കാൻ വിദഗ്ധ സംഘം തീരുമാനിച്ചു. തീരത്തുനിന്ന് 200 മീറ്റർ അകലെ കടലിൽ 6 മീറ്റർ താഴ്ചയിൽ 1.5 കിലോമീറ്റർ നീളത്തിൽ പോളിപ്രൊപ്പിലിൻ ജിയോ ട്യൂബുകൾ സ്ഥാപിക്കാനും ജിയോ ട്യൂബുകൾ സ്ഥാപിക്കുന്നത് മുതൽ കരവരെയുള്ള ഭാഗം മണൽ പോഷണം നടത്തി തീരം വീണ്ടെടുക്കാനുമുള്ള പദ്ധതിയാണ് കോർപ്പറേഷൻ സമർപ്പിച്ചത്. ജിയോ ട്യൂബുകൾ സ്ഥാപിക്കുന്നത് വഴി വലിയ തിരമാലകളുടെ ശക്തി കുറയ്ക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. റോഡ്, വിനോദസഞ്ചാര സംവിധാനങ്ങൾ, പരമ്പരാഗത മത്സ്യബന്ധനത്തിനുള്ള സംവിധാനങ്ങൾ എന്നിവ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടി. സംസ്ഥാനത്തെ വിവിധ കടൽ തീരങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. കണ്ണാന്തുറ, വെട്ടുകാട്, കൊച്ചുവേളി പ്രദേശങ്ങളിൽ കടൽക്ഷോഭമുണ്ടാക്കാത്ത വിധത്തിൽ ചെറിയ പുലിമുട്ടുകൾ സ്ഥാപിച്ച് തീരത്ത് മണൽ പോഷണം നടത്തുന്ന പദ്ധതി ഇറിഗേഷൻ വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. ജിയോ ട്യൂബുകൾ സ്ഥാപിച്ച ശേഷവും തീരം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇറിഗേഷൻ വകുപ്പ് സമർപ്പിച്ച പദ്ധതി 2ാം ഘട്ടമായി നടപ്പാക്കും. നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ചിന്റെ സാങ്കേതിക ഉപദേശകനും ഡീപ് വാട്ടർ മിഷൻ ഡയറക്ടറുമായ MV രമണമൂർത്തിയാണ് തീരം വീണ്ടെടുക്കാൻ യോജ്യം തീരദേശ വികസന കോർപ്പറേഷന്റെ പദ്ധതിയാണെന്ന് വിലയിരുത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും സെപ്റ്റിക് മാലിന്യം നേരിട്ട് ശേഖരിച്ച് സംസ്കരിക്കാനുള്ള മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സംവിധാനമൊരുക്കി കൊല്ലം ജില്ലാ പഞ്ചായത്ത്.
കേരളത്തിൽ ആദ്യമായാണ് ഒരു ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതി നടപ്പാക്കുന്നത്. സെപ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുകയും ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്. ഗ്രാമ നഗരപ്രദേശങ്ങളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലുമെത്തി സെപ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതാണ് പദ്ധതി. ഭൗമ എൻവിടെക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സാങ്കേതിക സഹായത്തോടെ ആധുനികമായി സജ്ജീകരിച്ചിട്ടുള്ള മൊബൈൽ യൂണിറ്റാണ് ഇതിനായി പ്രയോജനപ്പെടുത്തുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും പൊതുജനാരോഗ്യ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. വാട്ടർ ബോഡികൾ, കിണറുകൾ എന്നിവയുടെ മലിനീകരണവും ഇതിലൂടെ തടയുന്നു. തുടക്കത്തിൽ സജ്ജമാക്കിയത് 50,000 രൂപ വീതം ചെലവിൽ 2 ട്രീറ്റ്മെന്റ് പ്ലാന്റ് മൊബൈൽ യൂണിറ്റുകളാണ്. ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്ന ഇതിന്റെ സേവനം ജില്ലയിലുടനീളം ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിൽ ഇതിനൊരു കോൾ സെൻ്റർ ഉണ്ടാവും, ഒരു ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഉണ്ടാവും. അപ്പോൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ആ ബുക്കിംഗ് നടത്തി അവരുടെ വീടുകളിൽ തന്നെ വാഹനങ്ങളെത്തി ടാങ്ക് ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തിയാണിത്. സെപ്റ്റിക് ടാങ്ക് ശുചിയാക്കേണ്ട സ്ഥലത്തെത്തി അവിടുന്ന് പമ്പ് ചെയ്ത് ഫിൽറ്റർ ചെയ്താണ് ശുചിയാക്കുന്നത്. ദ്രാവകം കരവസ്തുവിൽ നിന്ന് വേർതിരിക്കുമ്പോൾ മലിനജലം സംസ്കരണ പ്രക്രിയയിലൂടെ കടന്നുപോവുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഫിൽറ്റർ ചെയ്ത ശേഷം ലഭിക്കുന്ന വെള്ളം കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാം. ബാക്കി വരുന്ന മാലിന്യം ശേഖരിച്ച് ജൈവവളമാക്കി മാറ്റുകയും ചെയ്യാനാകും വിധമാണ് ഇതിൻ്റെ പ്രവർത്തനം. മണിക്കൂറിൽ 6000 ലിറ്റർ വരെ സെപ്റ്റിക് മാലിന്യം മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റിലൂടെ സംസ്കരിച്ചെടുക്കാൻ കഴിയും. നിലവിൽ 5000 രൂപ മുതലാണ് ഇതിനായി ഈടാക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, കൊല്ലം. ലയൺസ് കേരള മൾട്ടിപ്പിൾ സെക്രട്ടറി ജെയിംസ് വളപ്പിലയ്ക്ക് തൃശൂരിൽ പൗരസ്വീകരണം നൽകി ആദരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് എന്നിവർ ചേർന്നാണ് ആദരിച്ചത്. ആതുര സേവന രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച 5 വനിതകളെയും ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷനിലെ 300-ലേറെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സമ്മാനമായി സാരികൾ നൽകി. തുടർന്ന് വനിതാ സമ്മേളനവും സംഘടിപ്പിച്ചു. ഇനി വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്നത്തെ വിപണി വിലയിരുത്തൽ എങ്ങനെയാണ്? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. എങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 3-4 ദിവസമായി തുടർച്ചയായി വിപണിയിൽ ഉണ്ടായിട്ടുള്ള നിക്ഷേപ താല്പര്യത്തിന് ശേഷം ഇന്നലെ നഷ്ടത്തോടുകൂടെ വ്യാപാരം അവസാനിപ്പിച്ചു. അത് വിപണി ഈ ഒരു നിലവാരത്തിൽ ക്രമപ്പെടുന്നതിൻ്റെ ഒരു സൂചനയാണ്. മുൻനിര ഓഹരി സൂചികളെ കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പനയെങ്കിൽ കൂടിയും രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ നല്ല രീതിയിൽ നിക്ഷേപ താല്പര്യം കാണുകയും ചെയ്തു. ഇത് കാണിക്കുന്നത് വിപണിയുടെ അന്തർധാര ശക്തമാണ് എന്ന് തന്നെയാണ്. വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നതും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മുൻനിര സൂചിയായ നിഫ്റ്റിയുടെ 25,500 എന്ന നിലവാരം വളരെ പ്രധാനമാണ്. ആ ഒരു നിലവാരത്തിന് മുകളിൽ തന്നെയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചതും. ഇനി വിപണി ഈ ഒരു നിലവാരത്തിൽ നിലനിന്ന് വ്യാപാരം നടക്കുകയാണെങ്കിൽ മുന്നോട്ട് നീങ്ങിയേക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 25,800 എന്നുള്ളതായിരിക്കും അടുത്തൊരു നിലവാരം. ആ ഒരു നിലവാരവും കൂടി ഭേദിച്ച് വ്യാപാരം നടക്കുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ അറ്റ നിക്ഷേപത്തിൽ തന്നെയാണ്. ഇന്നലെ മാത്രമാണ് അവർ നേരിയ തോതിൽ വിപണിയിൽ വിൽപ്പന നടത്തിയത്. മറ്റു ദിവസങ്ങളിലെല്ലാം നിക്ഷേപത്തിൽ തന്നെയാണ്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ കാര്യമായി തന്നെ നിക്ഷേപം തുടരുന്നുമുണ്ട്. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളായിരിക്കും ഇനി ആഭ്യന്തര തലത്തിൽ വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. അടുത്ത ആഴ്ച മുതൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വന്നു തുടങ്ങും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യമായിരിക്കും ഇനി വിപണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും. എന്തായാലും ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. ശരി, കെ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നോക്കാം കായിക വാർത്തകൾ. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് നാളെ ബർമിംഗ്ഹാമിൽ നടക്കും. ആദ്യ ടെസ്റ്റിൽ തോറ്റ ഇന്ത്യൻ ടീമിൽ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. ഓൾറൗണ്ടർ ഷാർദുൽ ഠാക്കൂറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡിയെ ഉൾപ്പെടുത്തിയേക്കും. ബുംറ പിന്മാറിയാൽ പേസർ അർഷ്ദീപ് സിംഗിനോ ആകാശ് ദീപിനോ പരിഗണന ലഭിച്ചേക്കും. 5 സെഞ്ചുറികളും 800-ലേറെ റൺസും നേടിയിട്ടും ലീഡ്സിൽ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പരാജയപ്പെട്ട ഇന്ത്യക്ക് ബർമിംഗ്ഹാമിൽ കാത്തിരിക്കുന്നത് കടുപ്പമേറിയ ഇംഗ്ലീഷ് പരീക്ഷയാണ്. ഇന്ത്യൻ പേസ് നിരയ്ക്ക് മത്സരത്തിൽ മികച്ച പ്രകടനം നടത്താൻ സാധിക്കാത്തതും വാലറ്റം ബാറ്റിംഗിൽ പരാജയപ്പെട്ടതുമാണ് ആദ്യ ടെസ്റ്റിൽ തിരിച്ചടിയായത്. 2 ഇന്നിംഗ്സുകളിൽ നിന്നുമായി ഇന്ത്യൻ താരങ്ങൾ 5 സെഞ്ചുറികൾ നേടിയിട്ടും മത്സരത്തിൽ പരാജയപ്പെട്ടത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഫീൽഡിംഗിൽ പരാജയപ്പെട്ടത് പരിചയസമ്പന്നത ഇല്ലാത്തതാണെന്ന വിലയിരുത്തലുമുണ്ട്. അതേസമയം രണ്ടാം മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ആദ്യ ടെസ്റ്റിൽ ബാറ്റിംഗിലും ബൗളിംഗിലും ദയനീയമായിരുന്നു ഓൾറൗണ്ടർ ഷാർദുൽ ഠാക്കൂറിന്റെ പ്രകടനം. അതിനാൽ രണ്ടാം ടെസ്റ്റിൽ ഷാർദുലിന് പകരം നിതീഷ് കുമാർ റെഡ്ഡി കളിക്കാൻ സാധ്യത ഏറെയാണ്. ലീഡ്സ് ടെസ്റ്റിൽ രവീന്ദ്ര ജഡേജയുടെ പ്രകടനവും നിരാശപ്പെടുത്തുന്നതായിരുന്നു.
രണ്ടാം ടെസ്റ്റിൽ രവീന്ദ്ര ജഡേജയ്ക്ക് പകരം കുൽദീപ് എന്ന ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇംഗ്ലണ്ടിന്റെ ഹാരി ബ്രൂക്കും ജേമി സ്മിത്ത് അടക്കമുള്ളവർക്ക് സ്പിന്നിനെതിരെ അത്ര മികച്ച റെക്കോർഡില്ല എന്നതാണ് കുൽദീപിനെ ടീമിൽ ഉൾപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്ന ഘടകം. എന്നാൽ പരിചയസമ്പന്നതയുടെ പേരിൽ ജഡേജയെ നിലനിർത്താനാണ് സാധ്യത. അതേസമയം മിന്നും ഫോമിലാണ് ബുംറ. ജോലിഭാരം പരിഗണിച്ച് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ബുംറ കളിച്ചേക്കും. ഇന്ത്യൻ ടീമിന്റെ പരിശീലനത്തിൽ ബുംറ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ബർമിംഗ്ഹാമിൽ ഇറങ്ങുമ്പോൾ ടീമിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ബുംറ 3 ടെസ്റ്റുകൾ മാത്രമേ കളിക്കൂ എന്ന് ഉറപ്പായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 2 ടെസ്റ്റ് ബുംറ ഇല്ലാതെയാകും ടീം ഇന്ത്യ ഇറങ്ങുക. വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും വിടവ് ഇന്ത്യൻ ബാറ്റിംഗ് യുവനിര മറികടന്നുവെങ്കിലും ബൗളിംഗിൽ ബുംറ ഒഴികെ മറ്റ് താരങ്ങൾ അമ്പേ പരാജയമാണ്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.